വീട്ടിലേക്ക് പോകണ്ടേ? ഹലോ, ഇന്നൊരു തിരക്കുള്ള ദിവസമായതുകൊണ്ട് മോർണിംഗ് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. 10 മണിയായപ്പോഴത്തെ മോനെ പല്ല് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഹോസ്പിറ്റലിൽ നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ ഒരിടത്തും ഇരുന്നു കേട്ടോ. അപ്പോഴാണ് സ്ക്രീനിൽ അനാൻഷാൻ്റെ പുതിയ സോങ് റിലീസായതൊക്കെ ഇട്ടുകയാണ്. അനാൻഷാൻ്റെ പുതിയ സോങ് കേട്ട് നമ്മളോട് വെയിറ്റ് ചെയ്തിരുന്നു. ഹോസ്പിറ്റലിൽ നല്ലൊരു ആംബിയൻസ്. 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റിയത് കേട്ടോ. മോൻക്ക് റൂട്ട് കനാൽ ചെയ്യാൻ വരാൻ പറഞ്ഞതായിരുന്നു. മോൻക്ക് തരിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻ വെച്ചിട്ടോ റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടി. തരിപ്പിക്കണ ഇഞ്ചക്ഷൻ വെച്ചപ്പോഴൊന്നും മോൻക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലേനു കേട്ടോ. ഡോക്ടർ നല്ല ഫ്രണ്ട്ലി ആയിട്ടോ കുട്ടികളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. മോൻക്ക് ഇടയ്ക്കിടയ്ക്ക് പല്ലുവേദന ഉണ്ടായപ്പോൾ ഡോക്ടർ വന്ന് കാണിച്ചായിരുന്നു. അപ്പോൾ ഡോക്ടർ 2 ദിവസത്തെ മരുന്ന് ചെയ്ത് ഈ റൂട്ട് കനാലിൽ ഇന്ന് വരാൻ പറഞ്ഞിരുന്നു. ഇഞ്ചക്ഷൻ വെച്ച് ധരിക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ 15 മിനിറ്റ് വെയിറ്റ് ചെയ്തു. മോനൊന്ന് സെറ്റാക്കാൻ വേണ്ടി നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ പോയി ഒരു വണ്ടി വാങ്ങിക്കൊടുത്തുട്ടോ. വണ്ടി കിട്ടിയതുകൊണ്ട് മോൻ അദ്ദേഹത്തും കുറച്ച് നേരമൊക്കെ കളിച്ചിരുന്നു കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ റൂട്ട് കനാൽ ചെയ്യാൻ വിളിച്ചിട്ടോ. തുടക്കത്തിലൊക്കെ മോന് നല്ലപോലെ നിന്നെടുത്തിട്ടോ റൂട്ട് കനാൽ ചെയ്യാൻ. ഞങ്ങൾ ഒട്ടും വിചാരിച്ചിട്ടില്ലേന് മോന് നല്ല രീതിയിൽ നിന്നെടുക്കുന്നൊന്നും കേട്ടോ. മോനക്ക് പേടിയാവുന്നൊക്കെ വിചാരിച്ചിന്. മോനോട് ഡോക്ടർ നല്ല ഫ്രണ്ട്ലി ആയി സംസാരിക്കുന്നതുകൊണ്ട് മോന് കുറച്ച് നേരമൊക്കെ നല്ല രീതിയിൽ ഇരുന്നെടുത്തിട്ടാ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളാകെ മാറി. പിന്നെ അത് ഫുള്ളാക്കോളം ഭയങ്കര അലമ്പായിരുന്നു. ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ അത് ചെയ്ത് തീർത്ത് ഫുള്ളാക്കി. തിരിച്ചു പോന്നപ്പോൾ എനിക്ക് അവിടുന്ന് 2 ബലൂണും കൊടുത്തിട്ടാ. ഹോസ്പിറ്റൽ പരിപാടി കഴിഞ്ഞ് നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോന്നു. സാധനം വാങ്ങാൻ വേണ്ടി ഷോപ്പിൽ കയറിയപ്പോൾ നമ്മൾ ചോക്ലേറ്റും കൂടി വാങ്ങിയിട്ടോ. അളിയാൾക്ക് തിരിച്ച് ഗൾഫൊക്കെ പോകുന്നതിൻ്റെ ഒരു ചെറിയൊരു പാർട്ടി ആയിരുന്നു കേട്ടോ വീട്ടിൽ. നമ്മൾ ചെന്ന പാട് നല്ലൊരു ക്യാരറ്റ് ജ്യൂസ് കുടിച്ച് ഫുഡും കഴിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടി സഭാ സ്ക്വയർ പോയി. മറൈൻ എക്സ്പോ നടക്കുന്നതുകൊണ്ട് അത് കാണാൻ ഫാമിലി എല്ലാവരും കൂടി കൂട്ടി ഞങ്ങൾ വെറുതെ ഇറങ്ങിയതാട്ടോ. ഇനി നമുക്ക് മറൈൻ എക്സ്പോയിൽ ഉള്ളിലെ കാഴ്ചകൾ കണ്ടാലോ. മത്സ്യകന്യകൻ്റെ ഡാൻസും കണ്ട് നമ്മൾ നേരെ ഷൂട്ടിങ്ങിന് കയറിയിട്ടാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് അടി തുടങ്ങിയിട്ടാണ്.
അപ്പോഴത്തേന് മരുഭാഗം കൊടുത്തിട്ടു.